ഇന്നലെ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. എല്ലാവരുടെ ജീവിതത്തിലും പല സംഭവങ്ങളും നടക്കേണ്ടത്, ചിലത് ഓർക്കാനുള്ളത്, ചിലത് ഓർക്കേണ്ട കാര്യമൊന്നുമില്ല, തള്ളിക്കളയേണ്ടത്. ഇതെന്തായാലും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാനും കൂട്ടുകാരനും കൂടിയിട്ട് ഇന്നലെ തൃശ്ശൂർ പോയി ഒരു പേപ്പർ റെഡിയാക്കാം. അത് റെഡിയാക്കി വരുന്ന സമയത്ത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടുന്ന് പോന്ന് തൃപ്രയാറെത്തി. തൃപ്രയാറെത്തി ഒരു കട കയറി നോക്കിയപ്പോൾ എൻ്റെ മൊബൈൽ കണ്ടില്ല. ഞാൻ ആ ഒരു പെട്ട അവസ്ഥ. എന്താ ചെയ്യുക? മൊബൈൽ എവിടെ പോയി? വീണ് പോയാൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഇതുമില്ല. ഇനിയിപ്പോൾ നമ്മളതിൽ ഇപ്പോൾ പൈസയും ഇതൊന്നും കയ്യിൽ വെക്കാത്തൊരു സമയമാണ്. ഗൂഗിൾ പേ മൊബൈലിനെ പറ്റുള്ളൂ. മൊബൈലില്ലെങ്കിൽ എന്ത് ചെയ്യും? പക്ഷേ എൻ്റെ കയ്യിൽ പോക്കറ്റിൽ കുറച്ച് കാശുണ്ടായിരുന്നു, ചിലറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൊബൈൽ എവിടെ പോയി എന്നുള്ള ചിന്തായി. എവിടെ പോയി, എങ്ങനെ മിസ്സായി? അപ്പോൾ ഞാനിങ്ങനെ മൈൻഡ് പോയ സ്ഥലങ്ങളിലേക്ക് വീണ്ടും പോയി നോക്കിയപ്പോൾ ഹോട്ടലിലെത്തിയപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ച് മൊബൈൽ അപ്പം ഉണ്ടായിരുന്നു, അവിടെ ഇരിക്കുന്നിടത്ത് വെച്ച് എന്നുള്ളൊരു ഓർമ്മ വന്നു. ഞാനപ്പോൾ എൻ്റെ മൊബൈലിൽ പോയി വിളിച്ചപ്പോൾ ഇങ്ങനെയുണ്ട്, എടുക്കണില്ല. പക്ഷേ പിന്നെ വീണ്ടും വിളിച്ച് രണ്ടാമതും എടുക്കുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ കൂട്ടാനോട് പറഞ്ഞു ബെല്ലടിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ മറ്റേ ഓൺലൈനിൽ സെർച്ച് ചെയ്ത ഹോട്ടലിൻ്റെ നമ്പർ നോക്കിയിട്ട് അതിൽ വിളിച്ച്. അപ്പോൾ ഒരു വേറെ ബ്രാഞ്ചിലേക്ക് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് അവരെ കഴിച്ചത്, ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോട്ടെ എന്നിട്ട് അവിടെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ മൊബൈലില്ല, വിളിച്ചു കൊടുത്ത് മൊബൈലില്ല. അപ്പോൾ ആ ഒരു ജാതി മൊബൈൽ പിന്നെ ഇവിടെ പോയി എന്നുള്ളതിൻ്റെ പക്ഷേ വെച്ചൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിലേക്ക് വീണ്ടും വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. പക്ഷേ മൊബൈൽ ഫുൾ ചാർജ് ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നത്. അങ്ങനെ ആകെ ഇതായി. അങ്ങനെ തൃപ്രയാറിന് ഞങ്ങൾ എന്ത് ചെയ്ത് വീണ്ടും തൃശ്ശൂർക്ക് തന്നെ വീണ്ടും പോയി ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ കയറിയിട്ട് വീണ്ടും അവിടെ ചോദിച്ചു ഇങ്ങനെ മൊബൈൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല മൊബൈൽ. ഞാൻ പറഞ്ഞു മൊബൈൽ ഇവിടെ മറന്നിച്ച്. ഇവിടെ ആവില്ല, ഞങ്ങൾ വേറെ ബ്രാഞ്ചിൻ്റെ അവിടെ. ഞാൻ പറഞ്ഞു ഞാനിവിടെ നിന്നല്ലേ കഴിച്ചത്, താങ്കളെല്ലാം എനിക്ക് ഭക്ഷണം തന്നു പറഞ്ഞത്. അന്ന് അവിടെ നോക്കുന്നത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മൊബൈലില്ല. മൊബൈലിലാണ്ട് CCTV ഉള്ളത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് CCTV ഇരിക്കുന്നതിൻ്റെ നേരാണ് ഞാനും അങ്ങ് ഇരുന്നത്. അപ്പോൾ അത് കാരണം ചെക്ക് ചെയ്തപ്പോൾ കുറച്ചിങ്ങനെ ചെക്ക് ചെയ്ത് അങ്ങ് ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും മൊബൈൽ അവിടെ വെക്കുന്നതും ഒക്കെ കണ്ട്. മൊബൈലിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് എന്നും പറഞ്ഞു. അങ്ങനെ ആ ഇരിക്കുന്ന മൊബൈൽ വെക്കുന്നതും ഞങ്ങൾ ഭക്ഷണം കഴിച്ചടിക്കുന്നതോട് കൂടിയിട്ട് തന്നെ ഒരാൾ എൻ്റെ ബാക്കിൽ നിന്ന് തട്ടിയിട്ട് പറഞ്ഞു ഞാൻ ആക്കാം മൊബൈൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ മൊബൈൽ കണ്ടപ്പോൾ ഞാൻ മേടിച്ചിട്ട് പറഞ്ഞു ഇതന്നെയെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞു പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെക്ക് ചെയ്തിരുന്ന ചേച്ചി എന്നെ ഒന്നായിട്ട് ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു ആ വീഡിയോ കാണണ്ട, അത് ബാഗടിച്ച സാധനം കിട്ടിയല്ലോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇറങ്ങിപ്പോന്നപ്പോൾ കൂടുതലുള്ളവർ എന്നോട് പറഞ്ഞു ഇതൊരു വലിയ വിഷയമാക്കേണ്ട ഒരു സംഭവമല്ലേ, നമ്മൾ മൊബൈൽ അങ്ങനെ എടുക്കാൻ പാടണ്ട, നമ്മൾ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിച്ച്. ഞാൻ പറഞ്ഞ് മനുഷ്യന്മാരുടെ അവസ്ഥയാണ്, പലർക്കും പല രീതിയിൽ പലതും തോന്നും, അത് കുറച്ച് നേരത്തിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് ആ സംഭവം തിരിച്ച് കൊണ്ടുവന്നു. അതല്ലേ അവരോട് ക്ഷമിക്കലല്ലേ ഏറ്റവും വലിയ കാര്യം അല്ലേ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.